ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം റൂറൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് മേ ബി നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ടേമും ആദ്യം നമുക്കറിയണം. എന്താണ് റൂറൽ എന്നുള്ളതും എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതും. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ദെൻ റൂറൽ എന്നുള്ളത് എന്താണ് ഈ റൂറൽ ഏരിയ? അപ്പോൾ അർബൺ ഏരിയ, റൂറൽ ഏരിയ, നമ്മൾ സാധാരണ കേസിൽ സ്ഥലങ്ങളെ അങ്ങനെയാണ് രണ്ട് കാറ്റഗറൈസ് ചെയ്യാറുള്ളത്, അർബൺ ഏരിയ എന്നും റൂറൽ ഏരിയ എന്നും. അപ്പോൾ ഈ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സിറ്റീസ് അല്ലാതെ ആളുകൾ ഇങ്ങനെ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ, വളരെ കുറഞ്ഞ സ്ഥലം ഉണ്ടാവുള്ളൂ, ആ സ്ഥലത്ത് എല്ലാവരും കൂടെ തിങ്ങി ജീവിക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും അർബൺ ഏരിയ എന്നുള്ളത്, ടൗണ് അല്ലെങ്കിൽ സിറ്റികളൊക്കെ. എന്നാൽ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശങ്ങളാണ്. അവിടെ എന്തായിരിക്കും, ഒരാൾക്ക് ഒരു വീടും കുറേ സ്ഥലവും ചിലപ്പോൾ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീടുണ്ടാവുക. അപ്പോൾ ആളുകൾ തിങ്ങിപ്പാർത്തോളണം എന്നില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ റൂറൽ ഏരിയ എന്ന് പറയാം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് റൂറൽ മാർക്കറ്റിംഗ്. അപ്പൊ ആദ്യം റൂറൽ മാർക്കറ്റിംഗിന്റെ മീനിങ് എന്ന് പറയുന്നത് ദി പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓൾ ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫോർ ദി റൂറൽ ഏരിയാസ്. നമ്മൾ ഈ പറയുന്ന റൂറൽ ഏരിയകളിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും അതിൻ്റെ ആ എല്ലാ ഇംപ്ലിമെന്റേഷനും ഒക്കെ റൂറൽ ഏരിയയിൽ ചെയ്യുന്നതിനെയാണ് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ മാർക്കറ്റിംഗ് തന്നെയാണ് റൂറൽ മാർക്കറ്റിംഗും, പക്ഷെ ആ മാർക്കറ്റിംഗ് റൂറൽ ഏരിയയിൽ ചെയ്യുമ്പോൾ അതിന് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു എന്ന് മാത്രം. അതിന്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. റൂറൽ മാർക്കറ്റിംഗ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് developing, pricing, promoting, distributing rural specific goods and services, leading to exchange between urban and rural markets, which satisfies the consumer demand and also achieves marketing objective. അപ്പോൾ അർബൺ ഏരിയയിലുള്ള ഗുഡ്സ് റൂറൽ ഏരിയയിൽ എത്തിച്ചു കൊടുക്കുക, അതിനാവശ്യമായ എന്താ പറയുക, ഡെവലപ്പിംഗ് ഓഫ് പ്രോഡക്ട്സ്, പ്രൈസിങ് ഓഫ് ഗുഡ്സ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് ഗുഡ്സ്, then the distribution of goods in this rural area or with a specific goods for the rural areas. അതിന് വരുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പറഞ്ഞതൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. ഡെവലപ്പിംഗ് പ്രോഡക്റ്റ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പൊ അർബൺ ഏരിയയിൽ ഉള്ള ഒരു ഗുഡ്സ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഗുഡ്സ്, അതിൻ്റെ ഡെവലപ്പിംഗ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ റൂറൽ ഏരിയകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിങ്ങിനെ പറയുന്ന പേരാണ് റൂറൽ മാർക്കറ്റിംഗ് എന്ന്. Then next, what are the characteristics of rural markets in India? But I mean especially in India. നിലവിൽ നമ്മുടെ രാജ്യത്തെ റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നോക്കാം. കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇറ്റ്സ് എ ലാർജ് മാർക്കറ്റ് ആൻഡ് സ്കാറ്റേർഡ്, ലാർജ് ആൻഡ് സ്കാറ്റേർഡ് മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അർബൺ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാലിക്കറ്റ് എന്നുള്ള ഒരു അർബൺ ഏരിയയാണ്, കാലിക്കറ്റ് സിറ്റി എന്നുള്ള ഒരു അർബൺ ഏരിയയാണ്. അപ്പോൾ ആ അർബൺ ഏരിയ എന്ന് പറയുന്നത് കുറേ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അത് വരും. അവിടെ മാത്രം അത് ഫോക്കസ് ചെയ്താൽ മതി. നേരെ മറിച്ച് റൂറൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു 4-5 കിലോമീറ്റർ ഒന്നും ആവില്ല, എത്രയോ കിലോമീറ്റർ, മൈലുകൾ താണ്ടേണ്ടി വരും ചിലപ്പോൾ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ അതാണ് റൂറൽ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം. ഇറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് സ്കാറ്റേർഡ്, ആകെ പരന്ന് ചിന്നിച്ചിതറി കിടക്കുകയാണ്. ആളുകൾ അർബൻ ഏരിയനേക്കാളും കുറവായിരിക്കും, പക്ഷെ സ്ഥലം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റാണ് റൂറൽ മാർക്കറ്റ്.
ദെൻ മറ്റൊന്ന് ഡൈവേഴ്സ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം നമ്മൾ അർബൻ ഏരിയയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവിടെയുള്ള ആളുകളുടെയൊക്കെ സ്വഭാവം ഏകദേശം സെയിം ആയിരിക്കും മിക്കപ്പോഴും. ഒരു ഏരിയ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു വിഭാഗം ചിലപ്പോൾ കുറേ ആളുകൾ ഹൈ ഇൻകം ഗ്രൂപ്പ് മാത്രം താമസിക്കുന്ന ഏരിയ ഉണ്ടാവും. അവരുടെ കൾച്ചറൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ റൂറൽ ഏരിയയിൽ അങ്ങനെയല്ല, പല തരത്തിലുള്ള ആളുകളുണ്ടാവും. അവരുടെ കൾച്ചറിൽ മാറ്റം ഉണ്ടാവും, അതുപോലെ അവരുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അത് റൂറൽ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെയുള്ള വ്യത്യാസം. അതുപോലെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചേഞ്ചിങ് ഡിമാൻഡ് പാറ്റേൺ. The demand pattern are different for different families in rural area. Means some people are buying the goods in large quantities. That means some families may be joint family, and some of the families may be micro family. So their quantity demand for the products are different, and some people are buying some kind of goods in large quantities. ചില ആളുകൾ ചില ഐറ്റം കൂടുതൽ വാങ്ങുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു കൃത്യമായിട്ട് ഒരു നിശ്ചിത പാറ്റേണിൽ മാത്രമല്ല ആളുകൾ വാങ്ങും. പല ആളുകളും പല ക്വാണ്ടിറ്റിയിലും കുറേ വാങ്ങലും കുറച്ച് വാങ്ങണലും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ the next characteristics of rural market is their major income comes from agriculture. That means majority of their time spent for agriculture. Majority of the people are doing the agricultural activity. They are finding their income from agricultural activity. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനമാണ് അധിക ആളുകളും റൂറൽ മാർക്കറ്റിൽ. The next one, saving habits. When we are comparing the people from the rural market with the people of urban area, the saving habits are very less. റൂറൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവിങ് ഹാബിറ്റ് വളരെ കുറവാണ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. The next characteristics of rural market is media reach. Majority of the media are not reachable in rural areas. But in case of urban area, almost all of the medias are available in urban area, urban market. But in case of the rural area, only little kind of medias are available, such as newspapers or internet, television, radio. All these are available. But majority of them, if you are taking the case of what we call flyers are not available in rural area, and LED advertisements are not available, and majority of the posters are not available in the rural market. The next one, poor infrastructural facilities. Means the infrastructural facilities are minimum or below minimum is available in rural areas, but the better infrastructural facilities are available in the urban area. The next one, low standard of living. The standard of living of people are comparatively less in case of rural market. So these are the essential characteristics of rural market in India. ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റിന്റെ സ്വഭാവങ്ങളിൽ ചിലതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി പൊട്ടൻഷ്യൽ ഓഫ് റൂറൽ മാർക്കറ്റ്? എന്തൊക്കെയാണ് റൂറൽ മാർക്കറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഈ പൊട്ടൻഷ്യാലിറ്റി എന്താണ് നോക്കാം നമുക്ക്. ഒന്ന് എന്ന് പറഞ്ഞാൽ ആളുകൾ റൂറൽ മാർക്കറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇപ്പൊ പഴയ പോലെ ആദ്യം ആളുകളൊക്കെ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് പോവുകയായിരുന്നു ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റൊക്കെ മാറി. ഇപ്പൊ നമ്മൾ ഈ ഹോക്കേഴ്സ്, പെഡലേഴ്സ് പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എവിടെയാണ് കസ്റ്റമർ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ഈ റൂറൽ ഏരിയയിലേക്കൊക്കെ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ദിസ് പൊട്ടൻഷ്യാലിറ്റി ഓഫ് റൂറൽ മാർക്കറ്റ്? എന്തുകൊണ്ടാണ് ഈ റൂറൽ മാർക്കറ്റിന് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്? അതിൽ ഒന്ന്, സാച്ചുറേഷൻ ഓഫ് അർബൻ മാർക്കറ്റ്. സാച്ചുറേഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിള് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു,
different stages of product life cycle: introduction, growth, maturity, saturation. അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ലെവലിൽ എത്തുന്ന പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ്. അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡിക്ലൈനിങ്ങിലേക്കാണ്, താഴേക്കാണ് വരിക. അപ്പം സാച്ചുറേഷൻ ഓഫ് അർബൻ മാർക്കറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡെവലപ്ഡ്, the growth is stopped, then now they are in stable level. Then we so that the market people or marketing agents are depending the rural area for getting maximum growth. അർബൺ ഏരിയയിൽ ഇനി ഇല്ല, അർബൺ ഏരിയയിൽ അതിന്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ഗ്രോത്തിനുള്ള ചാൻസ് റൂറൽ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് there is a potentiality for the rural market. The next one, better employment opportunities, because large and scattered markets are there, so many of the people are living in the rural markets, so there is little bit people are doing activities other than agriculture. കൂടുതൽ ആളുകളും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദെൻ when we are comparing to the olden days, now the income of rural people are showing an increase. പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ ഇൻകം പോലെയല്ല ഇപ്പോൾ റൂറൽ ഏരിയയിലേക്ക് അർബൺ ഏരിയയിൽ നിന്ന് ആളുകൾ വരികയും അതുപോലെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളും കൂടുതൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുകയും അവരുടെ ഇൻകം ഒക്കെ കൂടി വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ റൂറൽ കൺസ്യൂമർ ബിഹേവിയർ. ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതുകൊണ്ട് തന്നെ അവരുടെ ഈ ബിഹേവിയറിലൊക്കെ, റൂറൽ ഏരിയയിലെ ആളുകളുടെ ബിഹേവിയറിലൊക്കെ നല്ല മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ all these marketing people are looking to the rural markets. Then favorable government policy, ഏറ്റവും കൂടുതൽ നമുക്ക് ഫേവർ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റിലേക്ക് എന്തുകൊണ്ട് ആളുകൾ വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് favorable government policy. The government is always motivating people to do their business in rural area. Many of the financial institutions are providing interest-free assistance, interest-free loans or subsidized loans to the entrepreneurs to do their business in rural areas. So favorable government policy is another reason for the potentiality of rural market. Then improvement in infrastructure facilities. Now it shows improvements in the infrastructure facility. In the olden days, only this infrastructure facilities are available in urban area only. Now it is entering to the rural area also, and now there are so many gaps are there, means ഇനിയും ഒരുപാട് ഡെവലപ്ഡ് ആവാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇംപ്രൂവ്മെന്റ്സിനുള്ള സാധ്യത അവിടെയാണ്. അതുകൊണ്ട് അത് മാർക്കറ്റിങ്ങിനുള്ള ഒരു സ്കോപ്പും കൂടെയാണ്. The next one, penetration of information technology. Penetration means showing increasing trend. എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒന്നും വേണ്ടത്ര അർബൺ ഏരിയയിൽ എത്തിയിട്ടുള്ള അത്ര തന്നെ റൂറൽ ഏരിയയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ തരത്തിലുള്ള മാർക്കറ്റിങ്ങുമായിട്ട്, അതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിങ്ങുമായിട്ട് കൂടുതൽ ആളുകൾ റൂറൽ ഏരിയ മാർക്കറ്റായിട്ട് തിരഞ്ഞെടുക്കും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി, സോളാർ പാനൽ. അർബൺ ഏരിയയിൽ എത്രയോ ആളുകൾ സോളാർ സിസ്റ്റം അവരുടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ റൂറൽ ഏരിയയിൽ ഇന്നും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ, ആളുകൾ മാത്രമേ സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ പെനിട്രേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് വൺ, അസിസ്റ്റൻസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഫേവറബിൾ ഗവൺമെന്റ് പോളിസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് നിന്ന് ഒരുപാട് അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റൂറൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും, ചിലപ്പോൾ 0% തന്നെ കൊടുക്കുന്നു. അതുപോലെ ഹൈ കോമ്പറ്റീഷൻ ഇൻ അർബൻ മാർക്കറ്റ്. When we are comparing the rural market with the urban market, the competition is very less, comparatively very less in
റൂറൽ മാർക്കറ്റ്. അർബൻ ഏരിയയിലുള്ള അത്ര കോമ്പറ്റീഷൻ ഒരിക്കലും റൂറൽ ഏരിയയിൽ ഉണ്ടായിട്ടില്ല. ദെൻ ലാർജ് റൂറൽ പോപ്പുലേഷൻ. If you are taking the case of rural market, there are large number of people are living in rural area. ഒരുപാട് ആളുകൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്നു. അർബൻ ഏരിയയിൽ താമസിക്കുന്നതിനേക്കാളും കൂടുതൽ ഏരിയയും റൂറൽ മാർക്കറ്റിൽ തന്നെയാണ്. അതുപോലെ പോപ്പുലേഷൻ കൂടുതലും റൂറലിൽ തന്നെയാണ്. ദെൻ ഹ്യൂജ് അൺക്യാപ്ചേർഡ് മാർക്കറ്റ്. ഇപ്പോഴും ആളുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ മാർക്കറ്റിംഗ് എത്താത്ത റൂറൽ മാർക്കറ്റ് ഉണ്ട്. എന്നാൽ അർബണിൽ അങ്ങനെയല്ല. അർബൻ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ റൂറൽ മാർക്കറ്റ് മീൻസ് ആളുകൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് ഗുഡ്സ് എത്തിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഗുഡ്സ് തേടിയിട്ട് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഇപ്പോഴും റൂറൽ ഏരിയയിലുണ്ട്. എന്നാൽ അർബണിൽ ആ ഒരു പ്രശ്നം ഇല്ല. അവിടെ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് എവിടെയാണ് ആളുള്ളത് അങ്ങോട്ടേക്ക് ഗുഡ്സ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ മാർക്കറ്റ്. ഇതുകൊണ്ട് ഈ ഒരു കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇത് വളരെ കുറച്ച് മാത്രമാണ്, ഇത് മാത്രമൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ റൂറൽ മാർക്കറ്റിന് റെലവൻസ് വളരെ കൂടുതലാണ്. Now we can go through the problems in rural market. What are the limitations are faced by the rural marketing? നമ്മൾ റൂറൽ മാർക്കറ്റിന് കുറെ റെലവൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇപ്പോഴും ഒരുപാട് പ്രയാസങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ട്, റൂറൽ മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നുണ്ട്. വി കൻ ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് unevenly scattered population. The people are living in scattered pattern. That means they are not in a particular, they are not living in a small area. They are living in large scattered area. So it is much difficult to the marketing people to reach in each and every person in the rural area. നമ്മൾ അർബൺ ഏരിയ ആണെങ്കിൽ കുറച്ച് ഏരിയ ഉള്ളൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആളുകളെയും കാണാൻ പറ്റും. പക്ഷെ റൂറലിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലിവിങ് ഇൻ സ്കാറ്റേർഡ് ഏരിയ. ഒരുപാട് വിശാലമായ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുറച്ച് ആളുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ഡിഫിക്കൽട്ട്. Then second one, underdeveloped people and underdeveloped market. Underdeveloped people and underdeveloped market. That means because of the market and people are underdeveloped, their way of thinking and their attitude, all things will be underdeveloped. So we want to bring them forward. അവരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവരിപ്പോൾ വളരെ അണ്ടർഡെവലപ്ഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്, അതിനനുസരിച്ചുള്ള ചിന്ത മാത്രമേ ആളുകൾക്കു. ദ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വളരെ കുറവാണ്. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ അർബൺ ഏരിയയിൽ നമ്മൾ പോവുകയാണെങ്കിൽ വി നോ ദാറ്റ് ദ SIM card ranging problem will not affect the people. But in case when we are entering to the rural area, some of the areas are there, the range problems will be very high. Some of the SIM cards are providing adequate range, but some of them are not providing much range because of the number of people in that area will be very less. So physical communication facility is there. Then low per capita income. Low per capita income. The income of the people are showing an increasing trend. However, if you are taking a particular area, the per capita means നമ്മൾ കുറെ ഇൻകം ഉള്ള ആളുണ്ടാവും, കുറെ അധികവും ഇൻകം കുറഞ്ഞ ആളുകളായിരിക്കും. നമ്മൾ ആവറേജ് എടുക്കുന്ന സമയത്ത് പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. Then next one, many language and dialects. പല ആളുകളുടെയും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ലാങ് റൂറൽ ഏരിയയിലുള്ള ആളുകൾ, ഇപ്പൊ നമുക്ക് അറിയാം തൃശ്ശൂർ ഭാഗത്ത് ആണെങ്കിൽ, അതുപോലെ കാസർഗോഡും തൃശ്ശൂരും, ഇതിന്റെ കോഴിക്കോട്. അപ്പൊ കോഴിക്കോടുള്ള ഒരാൾ തൃശ്ശൂർ പോവാണെങ്കിൽ അവരുടെ സ്ലാങ് മാറ്റമുണ്ട്. അതുപോലെ നമ്മൾ കാസർഗോഡേക്ക് പോവാണെങ്കിൽ അവരുടേതും കൃത്യമാണ്, വളരെ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ നമ്മൾ റൂറൽ ഏരിയയിൽ പോവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. പ്രശ്നം. നെക്സ്റ്റ് വൺ, ലോ ലെവൽ ലിറ്ററസി. എഡ്യൂക്കേഷൻ ലെവൽ ലിറ്ററസി കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക്.
അന്നേരം മറിച്ച് അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ ദേ ആർ റെഡി ടു accept or ready to earn the education. But ഒരു പ്രൈമറി അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പോകാൻ ഈ റൂറൽ ഏരിയയിലുള്ള മിക്ക ആളുകളും തയ്യാറല്ല. അതും ഈ റൂറൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ചാണ്. Then logistics problems. We know what is logistics. The better performance for bringing the goods from the hands of producer to the hands of customer. Then it is a very difficult case of rural area because of so many limitations: physical communication problem, education problem, language problem, and scattered area. All these will be a challenge to the logistics activities. Then low exposure to market stimuli. നമ്മൾ പറയുന്ന രൂപത്തിലൊക്കെ ആണെങ്കിലും മാർക്കറ്റ് എത്രത്തോളം നമുക്ക് അതിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അർബൻ ഏരിയയെ traditional life, many of the people are not ready to change. That means they are not dynamic. The dynamic people will be success in their life, but the one of the main characteristic of people of rural area is their traditional life. They are not dynamic. So these are the main problems or limitations or challenges of rural marketing. Then next, what kind of strategies we can follow in the rural marketing? So നമുക്ക് പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഇതൊക്കെ ഇതിൽ കാണിച്ചിട്ടുള്ള 6 കാര്യങ്ങളും വ്യത്യസ്ത സ്ട്രാറ്റജികളാണ്. ഇപ്പൊ പ്രോഡക്റ്റ് സ്ട്രാറ്റജി. The product should be developed as per the requirements of rural people. റൂറൽ ഏരിയയിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ നീഡ് എന്താണ്, അതിനനുസരിച്ച് വി വാണ്ട് ടു മൗൾഡ് അവർ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് റൂറൽ പീപ്പിൾ. നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. The next one, pricing strategy. They are highly focused. The rural people are highly focusing on the price of product. They are always depending for the products with less price. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രൈസിനുള്ള പ്രോഡക്റ്റുകളൊന്നും മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് റൂറൽ മാർക്കറ്റിൽ സാധ്യമല്ല. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ദേ ആർ ഓൾവേസ് ട്രൈങ് ടു ഗെറ്റ് ദ പ്രോഡക്ട്സ് ഫ്രം ദി മാനുഫാക്ചറർ ഇറ്റ് സെൽഫ്. നേരിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് അവർക്ക് താല്പര്യം. ബട്ട് ഇൻ കേസ് ഓഫ് ദി മാർക്കറ്റിംഗ് പീപ്പിൾ, ദേ വാണ്ട് ടു യൂസ് ദി ലോങ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ മാത്രമേ ഈ റൂറൽ ഏരിയയിലേക്ക് എത്തുള്ളൂ. റൂറൽ ഏരിയയിലെ ആളുകൾക്ക് നേരിട്ട് മാനുഫാക്ചറിംഗ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലും അതൊരിക്കലും പോസിബിൾ അല്ല. എല്ലാ മാനുഫാക്ചേഴ്സും എത്തിച്ചു കൊടുക്കാൻ അതിന് കഴിയില്ല. അപ്പൊ റൂറൽ ഏരിയയിലുള്ള ആളുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് റൂറൽ മാർക്കറ്റിൽ തന്നെ അവർ വിൽക്കും എന്നുള്ളത് ഒന്ന്. അതുപോലെ മറ്റ് അർബൻ ഏരിയയിലുള്ള ആളുകളാണ് അവിടുത്തെ പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദേ ആർ യൂസിങ് ലോങ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. The next one, promotion strategy. We know that many medias are not available in rural area. So we want to focus which kind of medias are available in rural market that should be used for the promotional activity. We can use the television, we can use newspaper, and we can use internet, but we don't use the flyers, we don't use the LED lights, and we don't use we don't majorly depend the what we call the posters. Okay, the next one, the marketing strategies. ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് ആ കസ്റ്റമർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിൽ മീൻസ് സംടൈംസ് വി ക്യാൻ യൂസ് ദി ഡയറക്റ്റ് മാർക്കറ്റിംഗ് or we can use the internet marketing, but some difficulties are there for the online marketing. Informations are available, but it is difficult to reach where they are located. കസ്റ്റമർ എവിടെയാണ് ഉള്ളത് അങ്ങോട്ടേക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും. ആ ലൊക്കേഷനിൽ അവർ അവരുടെ ആക്സസബിലിറ്റി അവർ പറയും, വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ നോട്ട് എന്നുള്ളത്. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആൻഡ് ഫൈനലി സെയിൽസ് സ്ട്രാറ്റജി.
സെയിൽസ് സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ക്വാളിറ്റി അവർക്ക് സുപ്പീരിയർ എല്ലാ ആളുകൾക്കും കസ്റ്റമറുടെ ഒക്കെ റിക്വയർമെന്റ്സ് എന്നുള്ളത് ഗെറ്റിംഗ് ദ ക്വാളിറ്റി പ്രോഡക്റ്റ് മാക്സിമം ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്ത് മിനിമം പ്രൈസ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് റെഡി ടു പേ ഹയർ പ്രൈസ്. So because their income is very less, so they want to get an average quality goods with minimum price. So these are the rural marketing strategies. ഇതൊക്കെയാണ് marketing strategies. Okay, so these are about rural marketing. Okay, thank you.